അസ്സലാമലൈക്കും. എതിറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ കൊണ്ട് നമ്മൾക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മുടെ കൂടെ മാവിഷുമുണ്ട്. അപ്പോൾ മാവിഷായിട്ട് നമ്മൾക്ക് നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാക്കാം. എല്ലാ കൂട്ടുകാരും ഓടി വായോട്ടാ. ഓക്കെ, ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മൾക്ക് പേപ്പർ വേണം, പിന്നെ സ്റ്റിക്ക് വേണം, അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസർ വേണം, ഗമ്മ് വേണം, പിന്നെ ഒരു സ്കെയില്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇങ്ങനെ A4 സൈസിലുള്ളൊരു പേപ്പർ എടുത്ത് അതിനെ ഇതുപോലെ നീളത്തിൽ ഫോൾഡ് ചെയ്യാം. ആവശ്യം ഫോൾഡ് ചെയ്താൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? After folding your paper, you see this opening side, right? Then you take a ruler and write 2 centimeter and then make a line, one dot and then make a line, and also then you also cut 2 small lines, and then till you finish you will have a spiky. ഈ ഓപ്പണായ സൈഡ് എടുത്തിട്ട് ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ചോ നമുക്കൊരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതൊരു കറക്റ്റ് ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ലൈൻ വരെ കട്ട് ചെയ്താൽ മതി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലൈൻ വരയ്ക്കാണ്ട് കട്ട് ചെയ്യുന്ന കുറച്ച് അങ്ങോട്ട് കയറിപ്പോകും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യില്ല. അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ ലൈൻ കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇവിടെ വരെ പിന്നെ ഈ ലൈൻ വരെ കട്ട് ചെയ്യാം ചെറുതാക്കിയിട്ട്. ഇതും ഇതുപോലെ സ്കെയിൽ വെച്ചൊക്കെ വരച്ച് ചെയ്യുമ്പോൾ കുറേ നേരം കളയണ്ട. അപ്പോൾ അതിനെന്നല്ല ഇങ്ങനെ നമ്മൊരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതാക്കി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതുപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടം വരെ കട്ട് ചെയ്യണം. പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യായിരുന്നിട്ട്. മാവിഷിൻ്റെ കഴിഞ്ഞോ? No, I'm not finished. നോട്ട് ഫിനിഷ്? No. മാവിഷ് ഇന്ന് സ്റ്റോലിന് കാണിച്ചു കൊടുത്ത മാവിഷിൻ്റെ കഴിഞ്ഞത്. മാവിഷിൻ്റെയും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെയും മാവിഷിൻ്റെയും ഒരെണ്ണം കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇങ്ങനത്തെ 2 എണ്ണം നമുക്ക് കട്ട് ചെയ്യണം. സെയിം തന്നെ 2 എണ്ണം നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല അടിപൊളി ഫ്ലവർ ആവും. ഒരെണ്ണം ആകുമ്പോൾ കുറച്ചൊരു തിക്ക് കുറയൂലേ. അപ്പോൾ 2 എണ്ണം വയ്ക്കാം നമുക്ക് ഇങ്ങനത്തെ. അപ്പോൾ അതിനു വേണ്ടി ഒരെണ്ണം കൂടിയും അതുപോലെ തന്നെ ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അങ്ങനെ ഓപ്പോസിറ്റ് എടുക്കുക. ഇങ്ങനെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇങ്ങനെ വെച്ച് ഇതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. കണ്ട? അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഗ്ലൂ സ്റ്റിക്ക് ആയാലും മതി, കുഴപ്പമില്ല. പേപ്പറല്ലേ, ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് ഇതെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. ഫിനിഷ് ചെയ്യാം. മാവിഷ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടെ ഇരിക്കട്ടെ. ഇനി ഇത് നെക്സ്റ്റ്
ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കിട്ടും നമ്മൾക്ക്. ഓപ്പണായ സൈഡാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്, കണ്ട. അങ്ങനെ ഇതുപോലെ കിട്ടിയതിന് ശേഷം ഇനി നമ്മൾക്ക് എന്ത് ചെയ്യും? Then you can take a stick, a big, a thick stick, and then you put glue over here in the bottom, and then you have to little bit roll it, and then it will stick into the stick. ഇതുപോലെ ഒരു ബാർബക്യൂവിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഗ്ലൂ തേച്ചിട്ട് ഈ സൈഡ് നമ്മൾക്ക് ഇങ്ങനെ കുത്തി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് എടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി സ്റ്റിക്ക് ചെയ്യാം, കണ്ടോ. ഇതൊക്കെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. പിന്നെ ഒരെണ്ണം ചെയ്തപ്പോൾ ഇത്രയ്ക്ക് കിട്ടി, കണ്ട. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. ഉണ്ണീര കഴിഞ്ഞാൽ Yes, I'm finished. ഇനി സെയിം തന്നെ ഒന്നും കൂടെ വെച്ച് കൊടുക്കുക, രണ്ടാമത്തത്, കണ്ട. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് സെയിം തന്നെ ഇതുപോലെ ചുറ്റി കൊടുക്കുക. Finish. I'm finished with my flower. ഉണ്ണി ഫസ്റ്റ് അടിച്ചു അല്ലേ? ഇതുപോലെ കിട്ടി, കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിക്കിന് ഒരു ഭംഗിയില്ലല്ലോ കാണാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഗ്രീൻ കളറ് പേപ്പർ നമുക്ക് ഇതുപോലെ ഒട്ടിക്കാം. അതിനൊരു പീസ് പേപ്പർ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റിക്കുമ്മൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത്ര മതി. ബാക്കി ഇത് നമ്മൾ ഫ്ലവർ വൈസിൽ കുത്തി വയ്ക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ലീഫോ അല്ലെങ്കിൽ ഒരു കാലിക്സോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലീഫ് പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇതുപോലെ ലീഫ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഈ പോർഷനൊക്കെ ഇല്ല, കാണൂല. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം.
വെച്ച് കൊടുക്കാം. ലീഫൊക്കെ ഇത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ. ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലീഫ് പോലെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ഫ്ലവറായി. കണ്ടോ? വേറെ 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും മാവിഷും കൂടെ. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ ഈ പിങ്ക്, ഈ യെല്ലോ ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ 3 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഒന്ന് ഡബിൾ കളറാണ്, ഒരു റെഡും ഓറഞ്ചും കൂടെ, ഒന്ന് ഒരു ഓറഞ്ച് മാത്രം, പിന്നെ ഒരെണ്ണം ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ജസ്റ്റ് ഒരു പേപ്പർ മടക്കി അതിനെ കട്ട് ചെയ്ത് പിന്നെ ഒരു സ്റ്റിക്കുമ്മൽ അതിനെ റൗണ്ട് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ ശരിക്കും പറയുന്നത് വെച്ചാൽ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.